അതൊന്ന് നോക്കിക്ക എന്താന്ന്. 5 ലക്ഷം. ആരാ നോക്കി? ക്രിസ്മസ് ആഘോഷിക്കണ്ടേ? എല്ലാ ഈ ലോകത്തുള്ളവരെല്ലാം ക്രിസ്മസ് ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ? അച്ഛനെ ഞാൻ എനിക്ക് ജനിച്ചിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അമ്മേനെ എനിക്ക് 2 വയസ്സുള്ളത് ചെറുതായിട്ടൊരു ഓർമ്മയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുളിക്കുന്ന ആ പൈപ്പിന്റെ ചുവട്ടിലാണ്. ബാത്റൂമിൽ പോകുന്നത് ഇവിടെ. കാണണം, ഇതെല്ലാവരും കാണണം. സമൂഹത്തിൽ ഇങ്ങനെ കുറെ പേര് ജീവിക്കുന്നുണ്ടെന്ന് അറിയണം. എന്നാ ഉണ്ടോ? സുഖാണോ? എത്രയിലാ പഠിക്കുന്നത്? ഈ കൊച്ചിനെ അതായത് കൊച്ചു വയറ്റിലുണ്ടായിരുന്നപ്പം അപ്പൻ ഈ കൊച്ചിനെ ഇട്ടിട്ട് പോയി. ഈ കൊച്ചു ജനിച്ച് 2 വയസ്സായപ്പോൾ അമ്മയെ ഇട്ട് വെച്ച് പോയി. ഈ കൊച്ചിനെ വളർത്തുന്ന വല്യമ്മയാണ്. ഈ വല്യമ്മ കഷ്ടപ്പെട്ട് പണിക്ക് പോയാണ് വളർത്തുന്നത്. ഇതാണ് അമ്മൂമ്മ അല്ലേ? ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുളിക്കുന്നത് രാത്രിക്ക് പൈപ്പിന്റെ കീഴിലാണ്. ബാത്റൂമിന് പോകാനായിട്ട് അവസ്ഥയില്ല. അവരൊരു ക്ലോസറ്റ് എവിടുന്നോ ചേച്ചി ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഇളക്കിക്കൊണ്ട് വന്നും അവിടെ വെച്ചിരിക്കും, ക്ലോസറ്റായിട്ട് മാത്രം. ശരിക്കും ഇന്ന് നിങ്ങൾ കഴിച്ചോ വല്ലോ? ഒന്നും കഴിച്ചില്ല. ഈ അരി രാവിലെ ഉച്ചയ്ക്കും വെച്ചാൽ തീർന്നു പോകും അല്ലേ? അപ്പം വൈകിട്ട് ഈ അരി വെച്ചാൽ ഇവർക്ക് ഭക്ഷണം കഴിച്ച് വൈകിട്ട് വിശപ്പില്ല കിടക്കാം. കറിയില്ല, അരി മാത്രം. വെള്ളം കുടിച്ച് ജീവിക്കുകയാണ് അവര്. ആരറിയാം അല്ലേ? ഒരു വീടാണിത്. വീട്ടിൽ കിടക്കുന്ന അവസ്ഥയാണ്. കട്ടം വലിച്ച് എന്താ ചെയ്യാ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുളിക്കുന്ന ആ പൈപ്പിന്റെ ചുവട്ടിലാണ്. ബാത്റൂമിൽ പോകുന്നത് ഇവിടെ. കാണണം, ഇതെല്ലാവരും കാണണം. സമൂഹത്തിൽ ഇങ്ങനെ കുറെ പേര് ജീവിക്കുന്നുണ്ടെന്ന് അറിയണം. ആരെയും കൈ പിടിച്ച് ഉയർത്താൻ ഒരാളുണ്ടാവും. അതിന് ഒത്തിരി പേര് വേണ്ട. വിടും ദൈവം ഒരാളെ, ദൂതൻ. മനസ്സിലായോ? ഞാൻ പോവാ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ, എന്നാ ഉണ്ട്? നിങ്ങളൊക്കെ ക്രിസ്മസ് ഒന്നും ഇല്ലെന്ന് അറിഞ്ഞു. നിങ്ങൾക്ക് ആഘോഷമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ലോകത്ത് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു, നിങ്ങളിവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കുറേ ഗിഫ്റ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് നോക്കിക്ക എന്താന്ന്. 5 ലക്ഷം. ആണല്ലോ, സന്തോഷായോ? ആരാ നോക്കി? ക്രിസ്മസ് ആഘോഷിക്കണ്ടേ? എല്ലാ ഈ ലോകത്തുള്ളവരെല്ലാം ക്രിസ്മസ് ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ കുഞ്ഞുമങ്ങളിങ്ങി വന്നേ, ചേച്ചിങ്ങ വന്നേ. അത് എത്ര രൂപയുണ്ട്? 5 ലക്ഷം രൂപയുണ്ട് അല്ലേ? സന്തോഷായോ? വാ, കരയണ്ട, വാ. അങ്ങോട്ട് നോക്കിക്കേ. എന്നിട്ട് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഒന്ന് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഒരു ദൂതം വരുമെന്ന്. ഇത്രയും പ്രതീക്ഷിച്ചോ? എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നതിനൊപ്പം നിങ്ങളും ആഘോഷിക്കണം. ഓക്കെ? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.